ഷെറിൻസ് ഈസ് ദ ബെസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. അതാണ് നെയ്പ്പത്തൽ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ റേഷനരി വെച്ചിട്ടാണ് ഈ നെയ്പ്പത്തൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് പുറമേ നല്ല ക്രിസ്പിയാണ്, എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. ശരിക്കും ഈ റേഷനറി നമ്മൾ ചോറ് വെക്കുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ടേസ്റ്റ് ഇതുപോലത്തെ ഐറ്റംസ് ഉണ്ടാക്കുന്നതിലാണെന്ന്. നമ്മൾ പുട്ട് ഉണ്ടാക്കുമ്പോൾ, ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ, അതുപോലെ നെയ്പ്പത്തൽ, ഇലപ്പരത്തി ഇതുപോലത്തെ ഐറ്റംസ് ഉണ്ടാക്കുന്നതിലൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് വരും. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിതിൽ 2 കപ്പ് റേഷനരി ഒരു 8 മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പയിലിട്ട് വെള്ളം ഒന്ന് വാർത്തതിന് ശേഷം അതിൽ നിന്ന് ഒരു 1/2 കപ്പ് മിക്സിയിലിട്ടിട്ട് വെള്ളം ഒഴിക്കാതെ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക. ഇതുപോലെ നല്ല പൊടിയായിട്ട് കിട്ടും. ഒരുപാട് നൈസായിട്ട് പൊടിക്കൊന്നും വേണ്ട, ചെറിയ ചെറിയ തരി ഉണ്ടെങ്കിലൊന്നും കുഴപ്പമൊന്നുമില്ല. ഇതൊരല്പം ഉപ്പിട്ടിട്ടാണ് അടിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് തന്നെ മതി, പുട്ടുപൊടിയായിട്ടും ഉപയോഗിക്കാം കേട്ടോ. ഇനി ബാക്കി വന്ന അരി കൂടി മിക്സിയിലേക്ക് ഇട്ടിട്ട് അതിൽ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകവും പിന്നെ 1/2 ഗ്ലാസ് വെള്ളവും ഒരു മുറി തേങ്ങ ചിരവിയതും ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഉപ്പെങ്കിലും ഇട്ടിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. ഒരുപാട് നൈസായിട്ട് അരിയൊന്നും വേണ്ട, ചെറിയ ചെറിയ തരികളുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ സമയം കൊണ്ട് നമുക്കൊരു 10 ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച അരിപ്പൊടിയും അരിച്ച അരിമാവും ചെറിയുള്ളിയും പിന്നെ 1 ടീസ്പൂൺ പെരുംജീരകവും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ആദ്യം നമ്മൾ അരി പൊടിച്ച് വെച്ചതുകൊണ്ട് പിന്നെ ഈ അരച്ച മാവും കൂടെ അതിൽ ചേർത്ത് കുഴയ്ക്കുമ്പോൾ നമുക്ക് ഒരു കുഴയ്ക്കാനുള്ള പാകത്തിന്, ഉരുട്ടിയെടുക്കാനുള്ളൊരു പാകത്തിനായി കിട്ടും. അതുകൊണ്ട് ഇനി വേറെ എക്സ്ട്രാ പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെ മതി. നമുക്ക് നല്ലോണം അങ്ങോട്ട് കുഴച്ചാൽ നമ്മൾ ഒരു പാകത്തിന് തന്നെ നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാനുള്ള പാകത്തിന് തന്നെ ആയി കിട്ടും. ഇനി ഒരു കടായി ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കണം. ഇനി കൈവെള്ളയിൽ ഒരല്പം എണ്ണ പുരട്ടിയതിന് ശേഷം ഇതുപോലെ ഉരുട്ടി മറ്റേ കയ്യിൽ വെച്ചിട്ട് നല്ലോണം പരത്തി സൈഡൊക്കെ ഒന്ന് ശരിയാക്കിയതിന് ശേഷം ചൂടുള്ള എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം. ഇത് ഇടുന്ന സമയത്ത് നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിലാക്കി വെച്ചാലും ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കണം. കാരണം ഇത് കുറച്ച് കട്ടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടണമെങ്കിൽ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ കുറച്ച് ടൈമിലൊന്ന് വേവിച്ചെടുക്കണം, പൊരിച്ചെടുക്കണം. എന്ന് വെച്ച് നമ്മളിത് ലോ ഫ്ലെയിമിൽ പൊരിച്ചെടുക്കാൻ പാടില്ല. അപ്പോൾ ഇത് ഭയങ്കര ഹാർഡായിപ്പോവും. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ പൊരിച്ചെടുക്കാനായിട്ട്. അത് നല്ലോണം ശ്രദ്ധിക്കണം. അങ്ങനെ ഓരോന്നും നമ്മൾ ഇതുപോലെ പൊരിച്ചെടുക്കുക. എന്നിട്ട് ചൂടോടെ തന്നെ കഴിക്കാൻ വേണം. ഇത് തണുത്ത് കഴിഞ്ഞാൽ കുറച്ച് ബലം വെച്ച് പോവും. അപ്പോൾ എന്തും ചൂടോടെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. ഇതിന് നല്ലൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു തിക്ക് ഗ്രേവി ആയിരിക്കും. അതുപോലെ നല്ല ബീഫ് വരട്ടോ ചിക്കൻ വരട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഞാനിതിൽ കടായി ചിക്കനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടും വൈകാതെ അതിൻ്റെ റെസിപ്പിയും ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു ടേസ്റ്റ് ആൻഡ് ഹെൽത്തി റെസിപ്പിയുമായി ഞാൻ വരാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷെറിൻ.